ആദ്യമേ തന്നെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് വർഗീസ് ജോർജ് എന്നാണ്. ഞാൻ പേരൂർ കോട്ടയം സ്വദേശിയാണ്. എനിക്ക് 25 വയസ്സാണ് പ്രായം. ഞാൻ ദുബായിൽ ജോലി ചെയ്ത് എനിക്ക് UK പോകാൻ വേണ്ടി ഒരു അവസരം കിട്ടി. അങ്ങനെ ദുബായിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലെത്തി. ആദ്യമേ ഞാൻ UK പോകാൻ വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഓഫ് ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു. ഓഫ് ലെറ്റർ വരുന്നതല്ലാതെ ബാക്കി പ്രൊസീജിയറൊന്നും നടക്കുന്നില്ലായിരുന്നു. പ്രൊസീജിയറൊന്നും നടക്കാത്ത രീതിയിൽ ഞാൻ 24/6/2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമൂടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് തോന്നുന്നില്ലായിരുന്നു എനിക്ക് നിയോഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു. കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നോക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒത്തിരി സാക്ഷ്യങ്ങളെല്ലാം പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഉടമ്പടി പിന്നെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് 5:30 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോയി അമ്മയോടെ ഇരുന്ന് സന്ധ്യാപ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങി. ആദ്യം കാലഘട്ടങ്ങളിൽ ഞാൻ പള്ളിയിലും കുമ്പസാരമൊന്നും ചെയ്യത്തൊന്നുമില്ലായിരുന്നു. ഞാൻ വേറെ ഒരു വഴി കൂടിയാണ് നടന്നത്. അന്ന് എനിക്ക് വിശ്വാസം കുറവൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എല്ലാ ആഴ്ചകളും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ഞാൻ അമ്മ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും 53 ജപം എല്ലാം ജപിച്ച് വിശ്വാസ പ്രമാണം പോകുന്ന വഴികളിലെല്ലാം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും സ്വർഗ്ഗസ്ഥനായ പിതാവേ എല്ലാം പ്രാർത്ഥിച്ചാണ് എപ്പോഴും പോകുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഈ UK പോകേണ്ട ജോലിയുടെ കുറേയേറെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ 4 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും എനിക്ക് പേപ്പറൊന്നും ശരിയാകുന്നില്ല. കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് വന്നു. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ കൂടെ ഇരുന്ന് എല്ലാം എനിക്ക് ഉത്തരം പറയാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ പ്രാർത്ഥിച്ചു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഡേറ്റ് സമയമായപ്പോൾ ഞാൻ കൃപാസന മാതാവിലെ രൂപം എൻ്റെ ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. കാശ് രൂപം എൻ്റെ കൈ പിടിച്ചു. കാശ് രൂപം കൈ പിടിച്ച് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവർ എന്നോട് ഒത്തിരി ചോദിച്ചു. മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് അതിനെല്ലാം ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം കൊണ്ട് വരാത്ത എൻ്റെ പേപ്പർ വർക്കെല്ലാം വെറും 4 ദിവസം കൊണ്ട് എനിക്ക് വന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4 ദിവസം കൊണ്ട് എൻ്റെ COSൻ്റെ പേപ്പർ എൻ്റെ കയ്യിലെത്തി. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി VFC എൻ്റെ പാസ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തു. VFC പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, ഒരു തടസ്സങ്ങളും കൂടാതെ എൻ്റെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് എൻ്റെ കൈ കിട്ടാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒത്തിരി തളർന്നു പോകുമായിരുന്നു. എന്നെ എല്ലാവരും ഒത്തിരി പേരൊക്കെ കുറ്റപ്പെടുത്തിയായിരുന്നു. ഞാൻ ഉള്ള ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ചുമ്മാ ഇരിക്കുക എന്നങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ തളർത്തുമായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ധൈര്യം വിടത്തില്ലായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് രാത്രി കിടക്കാൻ നേരം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ കഴിഞ്ഞ 15-ാം തീയതി എനിക്ക് UK പോകാൻ വേണ്ടി എൻ്റെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. 23-ാം തീയതി ഞാൻ UK പോവുകയാണ്. അവിടെ അസിസ്റ്റൻറ്റ് കെയർ ആയിട്ടാണ് ഞാൻ UK പോകുന്നത്. അടുത്തതായി ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ, അവന് ജോലിയൊന്നുമില്ലാതെ നടക്കുകയായിരുന്നു. മൂത്ത സഹോദരൻ ജോലിയില്ലാതെ നടന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ അതിൻ്റെ കാര്യങ്ങൾ എഴുതി. നിയോഗം എഴുതി കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് കാരിത്താസിൽ ജോലി കിട്ടി. വലിയ ജോലി അല്ലെങ്കിലും അത്യാവശ്യം ഒരു കുടുംബം നോക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ജോലിയാണ്. അങ്ങനെ അവനും ജോലി കിട്ടി. പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഇവിടെ വന്നത്. ആദ്യം ആ കൂട്ടുകാരി എന്നോട് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. കൃപാസനത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ വലിയതായിട്ട് ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ആ കൂട്ടുകാരിക്ക് ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഒരു ദിവസം വന്നായിരുന്നു. അന്ന് ഞാൻ കുമ്പസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, മോനെ നീ ഉറപ്പായിട്ട് ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഞാൻ തിരികെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടിയും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളും കാര്യങ്ങളെല്ലാം മാറി. എനിക്ക് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം കിട്ടി. അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ മകൻ്റെ അവന് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ 1 വർഷം മുടക്കമുണ്ടായിരുന്ന കാര്യങ്ങൾ പോലെ എത്രയും വേഗം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ മകൻ്റെ സാക്ഷ്യം. അതിലവൻ പറയുന്നുണ്ട്, കാരണം ഉടമ്പടിയിലേക്ക് വരാനുള്ള ക്ഷണം ഒരുപക്ഷെ വന്നപ്പോഴും കുമ്പസാരിച്ചപ്പോഴും ഒക്കെ ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രാർത്ഥനയിൽ ഒരുങ്ങി പിന്നീട് ഉടമ്പടിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതും ഉടമ്പടിയിൽ കൃത്യമായിട്ട് ഒരുപക്ഷെ ഇപ്പം ആവർത്തിച്ച് പറഞ്ഞത് എപ്പോഴും രാത്രിയിലൊക്കെ ഇരുന്ന് ഞാൻ സ്വർഗ്ഗസ്ഥനായ പിതാവേയും ഒക്കെ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. അപ്പം എപ്പോഴും നമ്മൾ ബൈബിളിൽ ഇങ്ങനെ 63-ാം സങ്കീർത്തനം രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനയുടെയൊക്കെ പിന്നിലും ഒരു തീവ്രതയുണ്ട് എന്നുള്ളതാണ്. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് എന്നതിനർത്ഥം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള ഒരു കാര്യം ഉറക്കം മാറ്റിവെച്ചിട്ട്
നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനെ വിളിച്ച് അപേക്ഷിക്കുക എന്നൊരു അർത്ഥത്തിലാണ്. ആ പ്രാർത്ഥനയിൽ അത്രത്തോളം പ്രാർത്ഥനയ്ക്ക് ശക്തിയും ഒരാശ്രയത്വം ഉണ്ടെന്നൊരു വ്യക്തി മനസ്സിലാകുമ്പോഴാണല്ലോ അങ്ങനെ ഉപവസിച്ചും രാത്രിയുടെ യാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ പലപ്പോഴായിട്ട് 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് ഈ ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് ഇൻഡയറക്റ്റ്ലി. കാരണം ഈ ഒരു പ്രായത്തിലുള്ള ഒരുപാട് പേര് അൾത്താരയിൽ എത്തുവാനായിട്ട് അമ്മ ഇടവരുത്തുന്നു. നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ മൈക്കെടുത്തിട്ട് ദൈവാനുഭവം പറയുക എന്ന് പറയണത് ഒരുപക്ഷെ പഠിച്ച് എവിടെയെങ്കിലും നടന്ന കാര്യങ്ങൾ പറയാനല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക എന്ന് പറയണത് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഈ പ്രായത്തിലുള്ള മക്കൾ, കുടുംബത്തിലുള്ളവർക്കറിയാം ആ അനുഭവത്തിലുള്ള ഒരാളെ ദൈവനാമത്തിൽ വളർത്തി വലുതാക്കി അവനെ ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ ഇവർ പറയുന്ന വാക്കുകൾക്കപ്പുറം ഒരു ബോധ്യം ഈ മക്കൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ട്. ഉടമ്പടിയിൽ കാശ് രൂപത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചത് പറയുന്നുണ്ട്, ദേവാലയം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചതും കുടുംബ പ്രാർത്ഥന ചൊല്ലിയതും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശക്തിയും കൃപയും ഉണ്ടെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അനുഭവങ്ങളോട് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഇടവരുത്തിയതിനും അപ്പോൾ ഈ മകൻ്റെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിച്ചതിനും കാര്യങ്ങൾക്കാൾക്കും അപ്പുറം ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.